ഹായ്, കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട്. വേറൊന്നുമല്ല, ദുബായ് വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം നല്ല പനി പിടിച്ചു. എനിക്ക് മോൾക്ക് നല്ല ജലദോഷമായിട്ട് ഇങ്ങനെ അന്ന് കരാമയിലൊരു പ്രാവശ്യം പോയി, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു. നല്ല ജലദോഷമായിരുന്നു 2 പേർക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് ഓക്കെ. അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് നെക്സ്റ്റ് വരെ പോകാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഷോപ്പിങ്ങൊക്കെ, അതായത് നാട്ടിൽ പോകാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമല്ലോ. മാമാട്ടി ഹാപ്പിയായി പുറത്ത് പോകാൻ. മാമാട്ടി ബോറടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം മാമാട്ടിയും കൊണ്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ എന്തായാലും വലിയ കാറ്റില്ലായിരുന്നു. കാറ്റുള്ളപ്പോഴാണ് ഭയങ്കര തണുപ്പ് അടിക്കുന്നത്, അതുകൊണ്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു. മാമാട്ടിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് ഭയങ്കര ഓറടിയായിരുന്നു മാമാട്ടിക്ക്. ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ സ്റ്റോളറാണെങ്കിൽ താരയുടെ അഭിരാജിൻ്റെ റൂമിലായിരുന്നു. അപ്പം താര അങ്ങോട്ട് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം അത് എത്തിക്കൊണ്ടാകുമ്പം ഷോപ്പിംഗ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതിൽ സാധനം വെച്ചുകൊണ്ട് വരികയും ചെയ്യാം. പിന്നെ ഞങ്ങളിങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലാണ് അവരുടെ ഫ്ലാറ്റ്. അപ്പം അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ശരവണ ഭവനാണേ, അവിടെ നല്ല ദോശയൊക്കെ കിട്ടും. പിന്നെ അപ്പത്തേന് താഴെ ഇറങ്ങി കൊണ്ട് വന്നു. പിന്നെ അവൾ താരയെടുത്ത് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിന്നു. താരയൊക്കെ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് വന്ന. അപ്പം താരയെടുത്ത് അവൾ പോയി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ മജുവേട്ടൻ ജോലി കഴിഞ്ഞിട്ട് നെസ്റ്റോയിലോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, പോകുന്ന വഴിക്ക് ഇങ്ങനെ അത് ആ കാണിക്കുന്ന ഫ്ലാറ്റിൽ ഞങ്ങൾ ആദ്യം താമസിച്ച ഫ്ലാറ്റാണ്. അപ്പോൾ എപ്പോൾ ഇതുവഴി പോയാലും ഇങ്ങനെ അവിടോട്ട് നോക്കും, പഴയ മെമ്മറിയൊക്കെ. അങ്ങനെ കുറേ നടന്നു പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ തുണിക്കടകളും എല്ലാം, മീന ബസാറിലെല്ലാം കിട്ടും കേട്ടോ. തുണികളായാലും ഒത്തിരി ഷോപ്പുണ്ട്, നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ കേട്ടോ. പിന്നെ നല്ല അതിനനുസരിച്ച് നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ നെസ്റ്റോ എത്തി. നെസ്റ്റോയിൽ ക്രോസ് ചെയ്തിട്ട് നെസ്റ്റോയിൽ പിന്നെ ഇവിടുത്തെ കല്യാൺ സിൽക്സാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഒരുപാട് തുണിക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപോയി. ആദ്യം വിചാരിച്ച് മാമാട്ടി ഉറങ്ങിയെന്ന് വിചാരിച്ചു ഇങ്ങനെ അതിൽ കൂടെ നോക്കിയപ്പോൾ. പിന്നെ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഉറക്കമൊന്നുമില്ല, ആളിങ്ങനെ കാഴ്ചയെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുവാണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലോട്ട് കയറി. താഴെ ഞങ്ങൾ മണ്ടയിലാണ് തുണികളൊക്കെ. അപ്പം ലിഫ്റ്റിൽ കയറി മേലോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അപ്പം ലിഫ്റ്റിൽ പ്രസ് ചെയ്തപ്പോൾ തന്നെ ഒരാൾ ചാടി വന്ന് ലിഫ്റ്റിൽ കയറി. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്ന് ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നാട്ടിലോട്ട് കുഞ്ഞിനും മിഷൂട്ടിക്കൊക്കെ വേണ്ട കുറച്ച് ഉടുപ്പും ഷൂസും ചെരുപ്പുകളൊക്കെ നോക്കാനാണ് പ്ലാൻ ഇന്ന്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് പിള്ളേരുടെ സെക്ഷനിൽ പോയി. പിള്ളേർ നല്ല കുട്ടി നല്ല ക്യൂട്ട് ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി മിഷൂട്ടിക്ക് വേണ്ടത് കുറച്ച് ഉടുപ്പുകളൊക്കെ എടുത്തു. മാമാട്ടിയുടെ അടിയും കൂടെ അപ്പുറത്തെ സൈഡിൽ പോയി എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനും കുറച്ച് കുഞ്ഞിന് വേണ്ട കുട്ടി ഉടുപ്പുകളൊക്കെ എടുത്തു. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി. ഇപ്പുറത്തെ സൈഡ് മൊത്തം ഷൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞിന് 2 ചെരുപ്പൊക്കെ ഞാൻ നോക്കി ചേട്ടനെ കാണിച്ചിട്ട് സെലക്ട് ചെയ്തു. ഫൈനലി ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തപ്പോഴത്തേനും മാമാട്ടിയുടെ അടിയും കൂടെ മാമാട്ടിക്കുള്ള ഷൂവും ഒക്കെ നോക്കുമായിരുന്നു, ചേരുന്നതൊക്കെ. അങ്ങനെ അവർ 2 പേരും കൂടെ അവിടെ നോക്കി. ഞാൻ മിഷൂട്ടിക്കുള്ള ചെരുപ്പും ഡ്രസ്സൊക്കെ നോക്കി. അപ്പം മാമാട്ടിയുടെ അടിയും കൂടെ ഭയങ്കര ചെരുപ്പ് നോട്ടമാണ്. അങ്ങനെ ഇപ്പുറത്തെ സൈഡ് മൊത്തം ടോയുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം പോയി, അവിടെ വീഡിയോസൊക്കെ എടുത്തു. അവിടെ നല്ല ടെഡി ബിയറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡ് വുമൻസിൻ്റെ ഷൂവിൻ്റെ സെക്ഷനാണ്. അങ്ങനെ ആ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോഴത്തേനും ഡാഡിയും മാമാട്ടിയും കൂടെ വേറൊരു ഷൂ ഒക്കെ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുമായിരുന്നു. ലാസ്റ്റ് മാമാട്ടിക്ക് ഈ ഷൂ ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതെടുക്കാനെ കൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം മാമാട്ടി ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് ഡാഡി ചോദിക്കും കേട്ടോ. അങ്ങനെ ഷൂ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇപ്പുറത്തെ സൈഡിൽ 2 ക്യൂട്ട് പാവമുണ്ട്, നല്ല രസമില്ല. അത് ആ ടോയുടെ സൈഡിലാണ്. അപ്പോൾ അവിടെ ടോയുടെ അടുത്ത് അവിടെ ആ സെക്ഷൻ ചെന്നിട്ട് മാമാട്ടി കുറച്ച് ടോയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെട്ടിയുടെ സൈഡുണ്ടല്ലോ, പെട്ടിയുടെ സൈഡിലൊക്കെ പോയി പെട്ടിയൊക്കെ നോക്കി. എനിക്ക് പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു. എനിക്ക് 2 ജീൻസും പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ജീൻസ് ഒരു ബെൽറ്റ് എടുത്തു. ജീൻസ് സെലക്ട് ചെയ്യാൻ പോയി. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ആ ടൈപ്പ് ജീൻസാണ് എടുത്തത്. അപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് 2 സെലക്ട് ചെയ്തിട്ട് അത് വാങ്ങിച്ചു.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കാരണം 12 ക്ലോസ് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിള്ളേർക്കുള്ളത് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ചിങ്ങ് പോന്നു. കാരണം വേറെ ടൈം ഇനിയും കൊണ്ട് വാങ്ങിക്കാൻ. അപ്പം ഞങ്ങളിങ്ങ് ഇത്രയും സമയമായില്ലേ, അപ്പം മോളിൽ നിന്ന് പിള്ളേർക്കുള്ളത് മാത്രം വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ വാങ്ങിച്ചായിരുന്നു. അവിടെ ഒരു കടയിൽ നിന്ന് ഷവർമയും പിന്നെ നൂഡിൽസുമാണ് വാങ്ങിച്ചത്. റൂമിൽ കൊണ്ടുവച്ച് കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നത്. ഇതാണ്ട് ഇതിൽ കാണുന്ന സാധനമില്ല, ഞങ്ങൾ തിരിയുന്ന കോഴി എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും അത് വാങ്ങിച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. മാമാട്ടി ലിഫ്റ്റിൽ നോക്കി അതാണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മാമാട്ടി ഷവർമ ഇഷ്ടപ്പെട്ടു, ഷവർമ കഴിച്ചു. പിന്നെ നൂഡിൽസും കുറച്ച് കഴിച്ചേ. അത് കഴിഞ്ഞിട്ട് ഡാഡി മോളൂടെ ഭയങ്കര കളിയായിരുന്നു. ഡാഡിക്ക് രാത്രിയിൽ വന്നിട്ടാണ് കളിപ്പിക്കാൻ സമയമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അവർ എന്നോട് നല്ല കളിയൊക്കെ ആയിരുന്നു. ബോളൊക്കെ വെച്ചിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിടന്നുറങ്ങുന്നത്. എന്തായാലും ഉറങ്ങിയപ്പോൾ രാത്രി ഒരു 2 മണിയെങ്കിലും ആയി കാണും. എന്നും ഇങ്ങനെ ചിലപ്പോഴൊക്കെ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങാറ്. അതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് രാവിലെ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.